ഹജ്ജ് വിമാനങ്ങൾ ഏകദേശമൊക്കെ മക്കയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹാജിമാരുടെ പ്രത്യേക ടെർമിനലിൽ ഇറങ്ങി അവരവരുടെ സ്വസ്ഥതകളിലേക്കും ആത്മീയ വിചാരങ്ങളിലേക്കും എത്തിയ ഒരു ഘട്ടമാണ്. ഇനി വളരെ കുറഞ്ഞ ഫ്ലൈറ്റുകൾ മാത്രമേ എത്താനുള്ളൂ. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു വിശ്വാസി ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതും അവലോകനം നടത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കഅബം കാണാൻ തൗഫീഖ് ഗണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ടാകും. ജനകോടികളുണ്ട്. ഒന്ന് പരിശുദ്ധ കഅബാലയത്തിൽ എത്താൻ കഴിഞ്ഞെങ്കിൽ, പരിശുദ്ധമായ ഹജ്ജ്, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ സാധിച്ചെങ്കിൽ, മനുഷ്യ ചരിത്രത്തിൻ്റെ സമഗ്രമായ മാറ്റങ്ങളുടെയും മാർഗദർശനത്തിൻ്റെയും ഒരുപാട് ചരിത്ര ഓർമ്മകൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിലെന്ന് മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ച് എല്ലാ വക്തിലും അങ്ങനെ പ്രാർത്ഥിച്ച് ആ കാര്യം ഓർക്കുമ്പോഴേക്ക് കണ്ണ് നിറഞ്ഞ് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ജനകോടികൾ ലോകത്തുണ്ട്. അതേസമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്താനുള്ള യാതൊരു നിർവാഹമില്ല. അവരുടെ അടുത്ത് അതിനുള്ള സാമ്പത്തികമില്ല, അവരുടെ അടുത്ത് അതിനുള്ള സൗകര്യമില്ല, അവർക്കതിനുള്ള സാഹചര്യമില്ല, ഒന്നുമില്ല. എന്നാൽ വേറെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട്. അവർക്ക് ബോധപൂർവം അവർ ശ്രമിച്ചാൽ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും. പക്ഷേ അതൊരു തീവ്രമായ ആഗ്രഹമല്ല. അവരതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും കരുതുന്നില്ല. ഒരു വണ്ടി വാങ്ങാൻ ചിലപ്പോൾ കുറച്ച് അറേഞ്ച്മെൻ്റൊക്കെ അവർ ചെയ്യും. ഒരു നല്ല വണ്ടിയൊക്കെ വാങ്ങും. ഒരു ഫോൺ വാങ്ങാൻ നല്ലൊരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഫോണൊക്കെ വാങ്ങും. വീട് ഒന്ന് സെക്കൻഡ് ഫ്ലോർ എടുക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പല പരിപാടിയും ചെയ്യും. അത് പറ്റണോ പറ്റാത്തതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണെങ്കിലും ഒക്കെ അതൊക്കെ പൂർത്തിയാക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൂർത്തിയാക്കുക എന്നുള്ള നിലയ്ക്ക് അത് പൂർത്തിയാക്കും. അപ്പോൾ ആ നിലക്കുള്ള ആളുകളുണ്ട്. ആഗ്രഹം ഉണ്ടോ വെച്ചിട്ടുണ്ട്. ഒത്ത അവസരം കിട്ടുകയാണെങ്കിൽ പോകണം എന്നൊക്കെ ഉണ്ട്. എന്നാൽ പോയിട്ടില്ല, പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽ ഇങ്ങനത്തെ ഒരു വിഷയമല്ല. ഒരു ദീനിയാണെന്ന് വെച്ചാണ് അവരുടെ അജണ്ടയിൽ പലപ്പോഴും ഇങ്ങനത്തെ ഒരു വിഷയമേ വരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും, എന്നെ ഈ സദസ്സിൽ കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരൊക്കെ, നമ്മളിതിൽ ആദ്യത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ മൂന്നാമത്തെ ആളാണോ എന്നത് നമ്മളെന്ത് ചെയ്യണം, നമ്മളൊന്ന് ഫിക്സ് ചെയ്യണം. നമ്മളെവിടെയാണ്? ഞാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അതിശക്തമായ ആഗ്രഹം, ഒരു കുഞ്ഞിനെ കിട്ടണം എന്ന് വിചാരിച്ച പോലെ, അല്ലെങ്കിൽ ഒരു മോൾക്ക് നല്ലൊരു വരനെ കിട്ടണം എന്ന് വിചാരിക്കണ പോലെ, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം, കൂട്ടുകുടുംബത്തിൻ്റെ ആ കുടുസതയിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എന്നും കരഞ്ഞിരിക്കുന്ന ഭാര്യയെയും, അതല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീടിൻ്റെ പശ്ചാത്തലമൊക്കെ അനുഭവിക്കുന്ന ഒരാളെന്നുള്ള അതിനൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതേപോലെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എനിക്കൊരു നിർവാഹമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. രണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ആഗ്രഹം എനിക്കുണ്ടോ? എൻ്റെ ആഗ്രഹം നടത്താൻ എനിക്ക് പറ്റൂലേ? ചില ക്രമീകരണമൊക്കെ നടത്തിയാൽ എനിക്ക് പറ്റുമല്ലോ, എന്നിട്ട് ഞാൻ പോകാത്തതാണോ? മൂന്ന്, ഇങ്ങനൊരു വിചാരമേ ഇല്ല, ഇങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. പരിശുദ്ധ ഹറമിലും ഹറമുള്ള നാട്ടിലൊക്കെ ദീർഘകാലം ജീവിച്ചിട്ട് ഹറമിലൊന്നും പോയി നോക്കാത്ത ആളുകൾ നമുക്കറിയാം. ഇതേപോലത്തെ ഒരു വെള്ളിയാഴ്ച, ഹജ്ജിൻ്റെ മുമ്പുള്ളൊരു വെള്ളിയാഴ്ച, ഹറമും മക്കയും അതിൻ്റെ മാഹാത്മ്യങ്ങളും ഒക്കെ ഖുത്ബയിൽ പറഞ്ഞപ്പോൾ, ദീർഘകാലം പ്രവാസം വരിച്ചൊരു മനുഷ്യൻ, അയാൾ വന്ന് വളരെ സങ്കടത്തോടു കൂടെ ഇതൊന്നും ആ കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നത് നമുക്കൊന്ന് ഓരോരുത്തർക്കൊന്ന് അനലൈസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ പറ്റണം. ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യം, ഈ ഹജ്ജിൻ്റെയും ഉംറൻ്റെ ഒക്കെ കാര്യത്തിൽ ഇസ്ലാമിക വിധി എന്താണെന്നുള്ളത് പറയാണ്. ഇസ്ലാമിക വിധി എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു? ശരിക്ക് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. അർക്കാനുകൾ എണ്ണിയെടുത്ത് തന്നെ ഉംറയെയും എണ്ണിയത് കാണാം. ഹജ്ജിനെ പോലെ എണ്ണിയിട്ടില്ലെങ്കിലും ഹജ്ജ് വെറും കേവലം ഒരു സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റൂല. അവസ്ഥ എത്തിയ ഒരാൾക്ക് ഉംറയും അങ്ങനെ തന്നെയാണ്. ഉംറക്കും ഒരു ഫർളിന്റെ പരിസരം ഉംറക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. നോക്കൂ നിങ്ങൾ, ഞാനിവിടെ ഓതി വെച്ച ആയത്ത് സൂറത്തു ആലി ഇംറാനിലെ 97 വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. നേരിട്ടുള്ള വിധിയാണ്.
വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അള്ളാഹുവിന് വേണ്ടി ജനങ്ങളുടെ ബാധ്യതയാണ് അവര് ഹജ്ജ് ചെയ്യൽ. മനിസ്തതാ ഇലൈഹി സബീല, ആ ഹജ്ജിന് പോകാവുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞൊരു വ്യക്തിക്ക്, ആ ഹജ്ജിന് പോകാവുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞൊരു വ്യക്തിക്ക്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്ത് ഒരു കാലത്തും പൈസ ഉണ്ടാവില്ല. അയാൾ ഫുള്ള് റൊട്ടേഷനിലായിരിക്കും, പൈസ ഫുള്ള്. അതല്ലെങ്കിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളിലായിരിക്കും. സ്വസ്ഥത ഇല്ലാതെ അങ്ങനെ കച്ചവടം നടത്തി നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മൾ കാണലുണ്ട്. അവിടെ കൊണ്ടുപോയിടും, ഇവിടെ കൊണ്ടുപോയിടും, അത് കൊണ്ടുപോയിടുന്നിടത്ത് അതിൻ്റെ ഹറാമും ഹലാലും നോക്കൂല. ഇനി ഹറാമും ഹലാലൊക്കെ ഓക്കെ നോട്ടിക്കൊള്ളി നിങ്ങൾ. എന്നാൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ജീവിതത്തിൽ അത്യാവശ്യമൊക്കെ ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് വേറെയും കുറേ കാര്യം നോക്കാണ്ട്. ഞാൻ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റും കൂടി ഇട്ടു, അവിടെ കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ സമയം ഫുള്ള് അതിലാണ് പോണത്. കുടുംബത്തിന് കൊടുക്കാനല്ല, മക്കൾക്ക് കൊടുക്കാനല്ല, ശരിക്കൊന്നും മനസ്സൊഴിഞ്ഞ് നിസ്കരിക്കാൻ പറ്റണില്ല, ഒരു നോമ്പ് കാലത്ത് ശരിക്കൊന്നും പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റണില്ല, ഒരു പേജ് ഖുർആൻ ഓതാൻ പറ്റണില്ല. അങ്ങനത്തെ എന്ത് കച്ചവടം ചങ്ങന്മാരെ? അതെന്ത് ബിസിനസ്? അത് എന്ത് പരിപാടി? അത് മരിച്ചു പോണ്ടേ? മരിച്ചു പോയാൽ ഒരു ചെറിയ ചാലിൽ നമ്മളെ ചെരിച്ച് കടത്തി അവിടെ അവസാനിക്കൂലല്ലോ, അവിടുന്ന് എണീറ്റ് പോരേണ്ടി വരുമല്ലോ. അപ്പോൾ സാധ്യതകൾ തേടി ഇങ്ങനെ പോവുകയാണ്. സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല ബുദ്ധിയും നല്ല കാഴ്ചപ്പാടും നല്ല കപ്പാസിറ്റിയുള്ള ആളുകൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാൻ പറ്റും, അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്ന കുറേ തൊഴിൽ സാധ്യത ഉണ്ട്. GCC വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വരുന്ന കുറേ തൊഴിൽ സാധ്യത ഉണ്ട്. ഇതിനൊക്കെ നല്ലൊരു കൺസൾട്ടന്റിനെ സമീപിച്ചാൽ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുതരും. 10 കൊല്ലം അപ്പുറം വരാൻ പോണ പുതിയ ബിസിനസ് സാധ്യത പറഞ്ഞുതരും. അതിലൊന്നും സംശയമല്ല. അങ്ങനെ ചെയ്യേണ്ടെന്നും അഭിപ്രായമല്ല. പക്ഷേ പലപ്പോഴും ഇതിൽ അങ്ങോട്ട് കുടുങ്ങി നിൽക്കല. അപ്പം അങ്ങനത്തെ ആളുകളെടുത്ത് ഉംറക്കും ഹജ്ജിനൊന്നും പൈസ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളെടുത്ത് ഹജ്ജിനും ഉംറക്കൊന്നും പൈസ ഉണ്ടാവില്ല. മാത്രമല്ല പോകാനും കഴിയൂല അവർക്ക്. ഒരു നിലക്കും ഷോപ്പ് എങ്ങനെ ഒഴിവാക്കി പോകുക എന്നുള്ളതാണ് അല്ലേ. ശരിക്കും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മനുഷ്യൻ, അയാളില്ലെങ്കിൽ അയാളുടെ കടയും ഷോപ്പൊന്നും ഒരിക്കലും നീങ്ങൂല എന്ന് പറയുന്നത് ഒരു മഹാ അബദ്ധമല്ലേ? പ്രൊഫഷണലി അത് ഭയങ്കര അബദ്ധമല്ലേ? ഒരു അന്തല്ലായ്മയല്ലേ? അയാളൊരു ദിവസം അവസാനിച്ചാൽ അയാളുടെ ബിസിനസ് അവസാനിച്ചു. അയാളുടെ മക്കൾക്കോ കുടുംബത്തിനോ അതുമായി റിലേറ്റ് ചെയ്ത് ആർക്കോ അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ട കാര്യമല്ല. അയാൾ മാത്രം നോക്കേണ്ടതും അയാൾ മാത്രം ചെയ്യേണ്ടതും ഉണ്ടാകും. അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല. അതതിൻ്റെ തന്ത്രവും അതിൻ്റെ സുരക്ഷയും ഒക്കെയാണ്. ആ തന്ത്രത്തെയും സുരക്ഷയെയും നിലനിർത്തിക്കൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ഫർളുകൾക്ക് വേണ്ടി, അയാളുടെ അനിവാര്യതകൾക്ക് വേണ്ടി അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയുക, സാവകാശം എടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് നേരിട്ട് ഖുർആൻ പറയാണ് എന്ത്? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അവസ്ഥ എത്തിയ ഓരോരുത്തരും, ഹജ്ജിൻ്റെ പോകാനുള്ള പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, സാഹചര്യമുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയ ഓരോരുത്തരും ഹജ്ജ് ചെയ്യണം, അവർ ഉംറ ചെയ്യണം എന്നതിൽ ഇസ്ലാം വളരെ കണിശായിട്ട് പറയാം. ഇനി ഈ ആയത്തിന്റെ 2ാം പാതിയാണ് നമ്മളെ ഏറെ ഭീതിപ്പെടുത്തുന്ന കാര്യം. വമൻ ഖഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നിഷേധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് യാതൊരു പ്രശ്നമില്ല. അള്ളാഹു ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പടച്ചോന് നഷ്ടമൊന്നുമില്ല. പടച്ചോൻ എന്തെങ്കിലും കുറവ് വരും നിങ്ങൾ വിചാരിക്കേണ്ട. അള്ളാഹു ഗനിയാണ്. മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ ഗനിയാണ്. അതുകൊണ്ട് പടച്ചോനൊന്നും വരാനില്ല എന്നാണ്. അപ്പോൾ ഹജ്ജ് ചെയ്യാത്തവനോടാണ് പറയുന്നത് ഒമൻ ഖഫറ. ഒമൻ ഖഫറ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അതും കൂടി അതിൽ നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോൾ ഇതൊരു കുഫറിന്റെ പരിസരത്തേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഗൗരവതരമായ ചിന്ത വേണം. പലപ്പോഴും പ്രായമൊക്കെ കുറച്ചങ്ങോട്ട് ആയതിൻ്റെ ശേഷം ഉംറക്ക് പോകുക എന്നുള്ളതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ട്രെൻഡ്. ഇന്നിപ്പോൾ ട്രെൻഡൊക്കെ ഒരുപാട് മാറി അല്ലേ? നിങ്ങൾ ഹജ്ജിന് പോണേ ഹജ്ജ് ഗ്രൂപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഉംറ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പകുതിക്കും മേലെ യുവാക്കളാണ്. ഇനി ഹറമിലൊക്കെ ഈ അടുത്ത കാലത്ത് പോയ ആളുകളോടൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. മത്താഫിൽ നമ്മൾ കയറിയാൽ ഇപ്പം മത്താഫിൽ ഈ ഉംറ വേഷത്തിലുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇഹ്റാമിൻ്റെ വേഷത്തിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ കടക്കാൻ കഴിയുള്ളൂ. അതത്ര വൃത്തിക്ക് ലോകത്തെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് ആഗ്രഹപൂർവ്വം വന്നിട്ട് ആ കഅബൻ്റെ അടുത്തുകൂടെ പോലും ഒന്ന് പോകാൻ കഴിയാതെ, ഹജർ എന്തായാലും മുത്താൻ കഴിയണില്ല, പോകാൻ കഴിയാത്ത 10,000-ങ്ങളുണ്ട്. കയ്യൂക്കും കരുത്തുള്ളവൻ അവിടെ പോകുന്നിടത്തുനിന്നൊക്കെ സിസ്റ്റം ഭയങ്കര അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ഭയങ്കര ആവേശത്തിൽ, കുളിർമയിൽ, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സന്തോഷത്തിൽ വീക്ഷിച്ചൊരു കാര്യം എന്താ അറിയോ? മസാ എടുത്താലും മത്താഫ് എടുത്താലും എവിടെ എടുത്താലും ചെറുപ്പക്കാരാണ് മൊത്തം. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നത് ഫുള്ള് ചെറുപ്പക്കാരാണ്. ഇസ്ലാം സ്വീകരിച്ച കരുത്തുറ്റ ചെറുപ്പക്കാരാണ്. അവർക്ക് സാധാരണഗതിയിൽ ഈ ഹജ്ജിൻ്റെ വേളയിൽ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ചില പരിപാടി, ഭയങ്കര മുദ്രാവാക്യം പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, അത് വളരെ ശാന്തമായി പോകുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ പറയുന്നത് ചെറുപ്പക്കാരോട് കൂടിയാണ് പറയണത്. ഒന്ന്, ഞാനൊന്നും കുറച്ചുകൂടി ഒന്ന് സെറ്റിൽഡ് ആകട്ടെ, പ്രായമാകട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. നമ്മൾ എത്ര കാലം ജീവിക്കും സഹോദരന്മാരെ? നമ്മൾ നടന്നു പോണ റോട്ടിൽ നമ്മൾ വലതുഭാഗം ചേർന്ന് വളരെ ശ്രദ്ധിച്ച് എല്ലാ സ്റ്റെപ്പും എടുത്ത് നടന്നിട്ടൊരു കാര്യമില്ല. വരുന്ന ഒരാളുടെ അശ്രദ്ധ മതി നമ്മളെ ജീവിതം അവസാനിക്കാൻ. അശ്രദ്ധയും വേണ്ട, വരുന്ന ഒരാൾ മില്ലി സെക്കൻഡ് കണ്ണി ചിമ്മിയാൽ നമ്മൾ പിന്നെ CCTV-യിൽ നമ്മളിങ്ങനെ ആകാശത്തേക്ക് ഉയർന്നിട്ട് റോട്ടിക്ക് വീണത് കാണാം.
അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു പോകലാണ് എപ്പോഴും നല്ലത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയ്യുൽ അമലി അഫ്ളലു എന്ന് ചോദിക്കുകയാണ്. അബൂ ഹുറൈറ തന്നെ പറയുന്നത്, ഒരു മനുഷ്യൻ വന്നിട്ട് അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? ഇപ്പം പ്രവാചകൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ വ്യക്തിക്കും സാഹചര്യത്തിനും സന്ദർഭത്തിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഉത്തരം കൊടുക്കണം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അഫ്ളലായ അമൽ എന്നുള്ള നിലയ്ക്ക് പലതും പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അതെന്താ? ഒരു വ്യക്തി ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യത്തോടും സന്ദർഭത്തോടും ഒക്കെ അനുസരിച്ചുള്ള ഉത്തരങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകും. അതെന്താ? ആ വ്യക്തിയെ സൂക്ഷ്മമായി അറിയണ റബ്ബ് അപ്പോൾ പ്രവാചകൻ വഹി കൊടുക്കുന്നതാണ്. അയാളോട് ഇതാണ് പറയേണ്ടതെന്ന് വഹി കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രവാചകൻ പറയാണ്, ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുലും റസൂലിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ അമൽ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയം കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും വലുത് അതാണ്. അത് ശരിയാകാതെ ഒന്നും ശരിയാവില്ല. ഇതൊരു വളരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ചില മനുഷ്യന്മാരെ നമ്മൾ കാണും, അവരാരാധനകളിൽ ജീവിക്കായിരിക്കും. അവരുടെ അനുഷ്ഠാനങ്ങൾ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അവരുടെ കൂടെ ഒരിക്കലും നമ്മൾ യാത്ര ചെയ്തെത്തൂല. പക്ഷെ അസലിൽ അവരുടെ വിശ്വാസത്തിന് പല കുഴപ്പമുണ്ടാകും. കാര്യം എന്താ? അവരവരുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഒന്നും വെരിഫൈ ചെയ്തിട്ടല്ല എടുക്കണത്. ജീവിതത്തിലെ ബാക്കിയൊക്കെ വെരിഫൈ ചെയ്തിട്ട് എടുക്കണേ. ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യവും പരിശോധിച്ചിട്ട് എടുക്കണേ. ഭൂമി വാങ്ങുകയാണ്, നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ കണ്ണും ചിമ്മി വാങ്ങോ? എന്തൊക്കെ നോക്കും? ആധാരം വാങ്ങിയിട്ട് നമ്മൾ ശരിക്കും പരിശോധിക്കും, നമുക്കൊക്കെ അറിയണമാതിരി. എന്നിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അതിന് പറ്റിയ ആളെ കൊണ്ട് പരിശോധിപ്പിക്കും. പിന്നെ ആധാരം മാത്രമല്ല, അവിടുത്തെ റോഡും അതിൻ്റെ അലൈൻമെൻറ്റും പുതിയ ബൈപ്പാസും പരിപാടിയും ടൗൺ പ്ലാനിങ്ങും ഒക്കെ നോക്കും. എന്നിട്ട് എടുക്കുള്ളൂ അല്ലേ? ഭൂമി വാങ്ങുമ്പോൾ 1 കിലോ മീൻ വാങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ നോക്കും, തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുക. അപ്പുറത്തെ കടയിൽ ചോദിക്കും, ഇപ്പുറത്തെ കടയിൽ ചോദിക്കും, കോഴിപ്പീടിയ കുളപ്പറമ്പിൽ എത്ര വില നോക്കും, എത്ര വില നോക്കും, ഒക്കെ നോക്കിയിട്ട് എടുക്കുക. എന്നാലോ നിലപാടെടുക്കുമ്പോൾ ഇതൊന്നുമില്ല. അതിങ്ങനെ കാക്കക്കാരണവന്മാരായി തലമുറകളായി കിട്ടിപ്പോന്നത് എടുത്തു പോരാണ്. അത് മക്കയിലെ അവിശ്വാസി സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൊടുത്ത ഉത്തരാണ്. എന്താ മക്കയിലെ അവിശ്വാസി സമൂഹം പറഞ്ഞത്? വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅനാ, ഞങ്ങളെ വാപ്പാന്റെ വാപ്പിയൊക്കെ പോകുന്നൊരു റൂട്ടുണ്ട്, അത് മതി ഞങ്ങൾക്ക് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അള്ളാഹു ഞാൻ ചോദിച്ചാൽ തന്നെ തരും എന്നാണോ? അതല്ല അള്ളാഹു ഉത്തരം തരണമെങ്കിൽ വേറൊരാളെ നടുക്ക നിർത്തണം എന്നാണോ? അല്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിശ്വാസത്തിലെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ചയോ അബദ്ധമൊക്കെ വന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്താ? ഹബാ അൻ മൻസൂറ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞേ. അവന്റെ അമല് മുഴുവൻ ധൂളികളാക്കി അങ്ങോട്ട് പാറ്റിക്കളയും. അത് അവിടെ ഉണ്ടാവില്ല പരലോകത്ത്. അത് പരലോകത്ത് ഉണ്ടാവുകയില്ല. ശിർക്ക് ചെയ്ത വ്യക്തിയുടെ സങ്കേതം നരകമാണ്. അവന്റെ സങ്കേതം നരകമാണ്. അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. നബി, അങ്ങ് ശിർക്ക് ചെയ്താൽ അങ്ങയുടെ അമല് പോലും തകരും. ആരോടായി പറയണേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പ്രവാചകനുള്ള സുരക്ഷിതത്വം വേറെ ആർക്കാ സുഹൃത്തുക്കളുള്ളത്? 14 പ്രവാചകന്മാരെ കുറിച്ചിട്ട് പറയണേ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ ഒരു അമലും ഉണ്ടാവൂല. പ്രവാചകന്മാരോടാണ് ഇത് പറയണത്. ഉണ്ടായിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിന്ന് ഒരു നികൃഷ്ട ജീവിയായി നരകത്തിലേക്ക് പോയി എന്നുള്ള ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ടേ. യൂനുസ് നബി അലൈഹി സ്വലാം, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മോൻ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടേ. ഹാജറ ബീവിക്ക്, പിന്നെ മറിയം ബീവിക്ക് അവരുടെ എന്താ പറയാ ബന്ധത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, റസൂലുള്ള കൊടുത്ത ഒന്നാമത്തെ ഉത്തരം നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അടുത്തതാണ്. എന്താ? പിന്നെ ചോദിച്ചു, പിന്നെ എന്താന്ന് വെച്ചപ്പോൾ ജിഹാദാണെന്ന് പറഞ്ഞു. പിന്നെ പറയാണ് ഹജ്ജൻ മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഹജ്ജ് മബ്റൂറാണ്. എന്താ? പുണ്യകരമായ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഹജ്ജ് ചെയ്യുന്ന ആൾക്ക്, ഉംറ ചെയ്യുന്ന ആൾക്കൊക്കെ കിട്ടുന്ന പുണ്യം എന്താ പറയാ? മൻ ഹജ്ജ ഫലം യർഫത്ത് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഒരു വ്യക്തി ഹജ്ജ് ചെയ്തു, അവനെ ലൈംഗികമായ യാതൊരു ചിന്തയും ആ സന്ദർഭത്തിൽ അവന്റെ മനസ്സിൽ വന്നില്ല. വൃത്തികെട്ട ലൈംഗിക ചിന്തകളൊന്നും വന്നില്ല. മാത്രമല്ല ഒന്നുകൂടി എന്താ, അവൻ വേണ്ടാത്ത ഫിസ്കുകളൊന്നും ചെയ്തില്ല, തോന്നിയാസങ്ങളൊന്നും ചെയ്തില്ല. അവന്റെ മനസ്സിനെയും ചിന്തയെയും ശരിയാവിധം ചിട്ടപ്പെടുത്തി അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ ജനിച്ച ദിവസത്തെ അത്ര പരിശുദ്ധിയിലായിരിക്കും ആ വ്യക്തി യഥാർത്ഥത്തിൽ ഉണ്ടാകുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുമെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്.
ഈ ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ ഫളലുകൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ വൈറലായ ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. ലിബിയയിലെ ഒരു എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യമായിരുന്നു. കണ്ട ആളുകൾ ഉണ്ടാവും. ആമിർ മൻസൂർ അൽ ഖദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ അതിങ്ങനെ ക്ലിയർ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ട ടൈമായി. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങി. അപ്പോൾ ഖദ്ദാഫിനെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഖദ്ദാഫി ഒരൊറ്റ ഇരുത്തിരുന്നിട്ട് പറഞ്ഞു, ഞാനിനി ഹജ്ജിന് പോകുമല്ലോ, നിങ്ങളെന്നെ ആശ്വസിപ്പിക്കണ്ട. ഫ്ലൈറ്റൊക്കെ പോയി, അത് ശരിയാണ്. പക്ഷേ പടച്ചോൻ എനിക്കിത് വിധിച്ചിട്ടുണ്ട്. അയാൾ ബഹളം ഉണ്ടാക്കിയില്ല, അയാൾ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയില്ല, അയാൾ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. ആകാശത്ത് ഫ്ലൈറ്റ് പൊങ്ങി, ഫ്ലൈറ്റ് എൻജിൻ തകരാറായി, ഫ്ലൈറ്റ് ഇറക്കിയപ്പോൾ പൈലറ്റിനോട് പലരും പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ഇവിടെ ഉണ്ട്, ഇയാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, ഇയാളെ സഹായിക്കണം, അയാളെ ഹാജിയാണ്. അങ്ങനെ ഉണ്ടാവും. ശരിക്കും GCC അടക്കമുള്ളൊരു ഇസ്ലാമിക് സിറ്റുവേഷനുള്ള എല്ലാ നാട്ടിലെയും ഉദ്യോഗസ്ഥരൊക്കെ പൊതുവെയാണ് ഞാൻ പറയുന്നത്, ഹാജിമാരോട് അവർക്കൊരു റിസ്ക് ഉണ്ടാകും. അപ്പോൾ പൈലറ്റ് പറഞ്ഞു, പറ്റൂല, എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിയെത്തൂല എന്ന് പറഞ്ഞു. കാരണം ഫ്ലൈറ്റിക്ക് ഒരാൾ കയറുന്നത് ബസ്സൊക്കെ ട്രെയിനൊക്കെ കയറുന്ന മാതിരിയല്ലല്ലോ. എയർപോർട്ടും മറ്റേ ഇതിൻ്റെ ഈ സാധനമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയൊക്കെ വേണമല്ലോ, പ്രൊസീഡിങ്സ് ഉണ്ട്. രണ്ടാമതും ഫ്ലൈറ്റ് ആകാശത്തേക്ക് ഉയർന്നു. ഖദ്ദാഫി എപ്പോഴും പറഞ്ഞു, ഞാൻ പോവും, എനിക്കുള്ള ഫ്ലൈറ്റ് വരും, നിങ്ങൾ ബേജാറുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമതും ഫ്ലൈറ്റ് ആകാശത്തെത്തി. വീണ്ടും എന്ത് ചെയ്തു? എൻജിൻ തകരാറ് വന്ന് നേരെ ഫ്ലൈറ്റ് രണ്ടാമതിറക്കിയപ്പോൾ പൈലറ്റ് ആദ്യം ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഖദ്ദാഫിനെ വിളിക്കാൻ പറഞ്ഞു. ഖദ്ദാഫിനെ കൊണ്ടേ പോകണുള്ളൂ പറഞ്ഞു. അപ്പോൾ ഖദ്ദാഫിയും ഉദ്യോഗസ്ഥരൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്താലേ ഒരുപാട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ പേജിൽ കിടക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്കൊരിക്കലും ഹജ്ജ് ചെയ്യാൻ കഴിയൂല എന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ആൾക്കാരില്ലേ, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക പടച്ചോനോട്. പടച്ചോൻ മഹാ അത്ഭുതങ്ങൾ കാണിക്കും. ഇത് നമ്മളെ കേരളത്തിലൊന്നും ആകാത്ത ഭാഗ്യം ആണെങ്കിൽ മിക്കവാറും CM വലിയുള്ളയും പല ജാതിക്ക് ആദ്യം ഉണ്ടാവും. ഖദ്ദാഫിക്ക് കബറും ഖദ്ദാഫിക്ക് ആണ്ടും ഉറൂസും നേർച്ചയൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കും സഹോദരങ്ങളെ. ഇതിനൊക്കെയാണ് വിലായത്ത് എന്നൊക്കെ പറയുന്നത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ തന്നെയാണ്. പടച്ച റബ്ബ് ആണ് തരിക, അല്ലേ? പടച്ച റബ്ബാണ് തരിക. അതുകൊണ്ട് അയാളെ മുതൽ അയാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹജ്ജിന് പോകാൻ പോതിയുള്ളവരൊക്കെ ഖദ്ദാഫി അല്ലേ, ഖദ്ദാഫിനെ വിളിച്ചോളിന്ന സമുദായത്തെ അങ്ങോട്ടൊക്കെയാണ്. സമുദായത്തെ ഒന്നുമില്ലാത്തിമ തന്നെ ഉണ്ടാക്കുക. ജയിലിലേക്ക് ചെല്ലുന്നു, ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, സർജറി നടത്തുന്നു, അല്ലെ? എന്തൊക്കെ ജാതി പരിപാടിയാണ്. ഖബർക്കാൻ പോയാലാണ് ഭയങ്കര തിരക്ക് എന്നുള്ളിടത്താണ് പലപ്പോഴും നമ്മൾ ചില ആൾക്കാരെ പ്രസംഗമൊക്കെ കേട്ടാ തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ബുദ്ധിയും വിവേകമൊക്കെ വരുന്ന കുട്ടികൾ അങ്ങനെ പോവുകയാണ് ഇസ്ലാമെന്ന് പുറത്തേക്ക്. ഈ ജാതി മായാവി കഥകളുള്ള ഇസ്ലാം എനിക്ക് വേണ്ട എന്നുള്ള നിലക്ക്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. ഉള്ളിൽ ആത്മാർത്ഥമായി ഹജ്ജ് ആഗ്രഹിക്കുന്ന, ഉംറ ആഗ്രഹിക്കുന്ന മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കൊരു വഴി തെളിയും. നമുക്ക് തെളിയും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിലക്ക് അടക്കണ വെക്കും. കാരണം പടച്ചവനൊരു തീരുമാനമുണ്ട്. വാഴണ വെക്കും. കപ്പണ് പറിച്ചു നോക്കുമ്പോൾ കിൻഡല് കണക്കിന്, അല്ലേ? കിൻഡല് കണക്കിന്. നമ്മൾ വിചാരിച്ച കിൻഡലൊന്നും അല്ല. നമ്മളെ വാപ്പാന്റെ വാപ്പ വരെ ഉള്ളവർ കൃഷി ചെയ്ത എണ്ണൊക്കെ പടച്ചവനെടുത്ത് തരും. അത്രേ ഉള്ളൂ. അത് നമുക്ക് പക്ഷേ ഉള്ളിൽ തീവ്രമായൊരാഗ്രഹം വേണം, നല്ല പ്രാർത്ഥന വേണം. പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനം അതാണ്. പക്ഷെ ആ ടൂളിനെ വളരെ കുറച്ച് മാത്രമേ മനുഷ്യന്മാർ ഉപയോഗിക്കണുള്ളൂ. മനുഷ്യന്മാർക്ക് വേഗം കുറുക്കു വഴിയാണ്. എന്താ, ആരോടെങ്കിലൊക്കെ പറഞ്ഞ്, അല്ലേ, ഏതെങ്കിലുമൊക്കെ ഒരാളോട് പറഞ്ഞ് മൂപ്പര് പടച്ചോൻ്റെ ഒരു അടുത്ത ആളാണ്, മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളിടത്താണ്. ഒരു കാലം വരുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ കാലത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. ആർക്കൊഴികെ? എന്ന റസൂലുള്ളാഹിന്റെ പ്രയോഗം. മുങ്ങി മരിക്കണ മനുഷ്യൻ പ്രാർത്ഥിക്കണ പോലെ പ്രാർത്ഥിച്ചാൽ മാത്രം ഉത്തരം കിട്ടുന്ന ഒരു കാലം വരുന്ന. വെറുതെ ചിന്തിച്ചു നോക്കിങ്ങള്. നമ്മളെ ഏതൊക്കെ കാര്യമാണ് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ? ഏതൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ? കിട്ടിയിട്ടില്ലെങ്കിൽ ഇസ്ലാം അതിൽ 3 മസ്അല പറഞ്ഞല്ലോ, അല്ലേ? ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അപ്പം തന്നെ കിട്ടും. ഖദ്ദാഫിക്ക് കിട്ടിയ പോലെ കിട്ടും. ഖദ്ദാഫി ഇവിടെ ഇരുന്നു, എനിക്ക് കിട്ടും, നിങ്ങൾ ബേജാറാണ്ടാന്ന് പറഞ്ഞു, എനിക്ക് കിട്ടും കേട്ടോ. ഒരു അറബ് സുഹൃത്ത് അതിൻ്റെ വളരെ വിശദാംശങ്ങൾ ടെക്സ്റ്റ് ചെയ്തത് കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ FBയിൽ ടെക്സ്റ്റ് ചെയ്തത് കണ്ടു. അപ്പോൾ എയർപോർട്ടിലുണ്ടായിരുന്ന ഒരാൾ അതിൻ്റെ രംഗവിവരണങ്ങൾ നടത്തിയത് വായിക്കണ്ടായി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അപ്പം ചിലപ്പോൾ അങ്ങനെ കിട്ടും, ചിലപ്പോൾ അപ്പം കിട്ടൂല. അപ്പം അതിന് പകരം എന്ത് ചെയ്യും? പടച്ചോൻ വേറെ എന്തെങ്കിലുമൊക്കെ തോഫീക്ക് തരും. ആ ഹജ്ജാണ് മുടങ്ങി, അപ്പോൾ പടച്ചോൻ വേറെ കുറേ അനുഗ്രഹങ്ങളാണ് തരും. മഹാരോഗത്തു നിന്ന് ചിലപ്പോൾ രക്ഷിക്കും, വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലാക്കും. എന്തേ? പടച്ചോനെ എനിക്ക് ഹജ്ജിന് പോകണേ എന്നുള്ള പ്രാർത്ഥന നടന്നിട്ടില്ല, പക്ഷേ അതിന് പകരം പടച്ചോൻ തരും. ഇനി ചിലപ്പോൾ അതും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? പരലോകത്തതൊരു കനം തോന്നുന്ന ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കും എന്നാണ്.
അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ തന്നെ പറയാണ്, ഇന്നല്ലാഹു യുബാഹി ബി അഹ്ലി അറഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിലെ മനുഷ്യരെ കണ്ടിങ്ങനെ അഭിമാനിക്കും, അഭിമാനം പറയും. ആരോട്? അഹ്ലസ്സമായി, ആകാശത്തെ മലക്കുകളോട്. എന്താ പറയാ? അവരെങ്ങനെ ഉയർത്തി പറയും. എന്താണ്? ഫയഖൂലു ഉൻദുറു ഇലാ അബ്ദി, നിങ്ങൾ എൻ്റെ അടിമയിലേക്ക് നോക്കൂ. എൻ്റെ അടിമകളിലേക്ക് നോക്കുന്നല്ല, ഓരോ അടിമയെയും കുറിച്ച് പഠിച്ചോൻ പറയാണ്. ജാഉനി ശുഗ്സൻ ഗുബ്റ, അവര് മുടിയാകെ ജടകുത്തി ശരീരത്തിലാകെ പൊടി പിടിച്ച് വിയർന്ന അവശരായി വന്നിരിക്കുകയാണ്. രാജാവും പ്രജയുമൊക്കെ ദേശഭാഷ വർണ്ണവർഗ ലിംഗ വൈജാത്യങ്ങളില്ലാതെ തൂവെള്ളത്തുടിയിൽ ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക്, പടച്ചോനെ നിനക്ക് പങ്കാളികളില്ല, ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക് ലാ ശരീക ലക് എന്ന തൽബിയത്തിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവര് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണെന്ന് അങ്ങനെ അറഫയിൽ ഒരുമിച്ച് കൂടിയ ജനകോടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ അറഫയൊക്കെ നമുക്കൊരു വിഷയമാകണം. പ്രാവശ്യം വ്യാഴാഴ്ചയായിരിക്കും അറഫ. ഇൻഷാ അല്ലാ രാവിലെ 6 മുതൽ രാത്രി നീളുന്ന രീതിയിൽ പീസ് റേഡിയോ അറഫ ലൈവ് സംപ്രേഷണം എല്ലാ വർഷവും ചെയ്യാറുണ്ട്. 1000 കാണാറുണ്ട്. നമുക്കും അറഫ പ്രഭാഷണം അടക്കമുള്ളതൊക്കെ കാണാനും കേൾക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കൂടി സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ഹജ്ജിൻ്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയവും ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, അബൂ ഉമാമ പറയാണ്, മല്ലം തഹ്ബസുഹു ഹാജത്തുൻ ലാഹിറ, ഒരു വ്യക്തിയെ വളരെ പ്രത്യക്ഷമായ ഒരു കാരണം തടഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു വളരെ ഗൗരവമുള്ള ഒരു തടസ്സം അവനില്ലെങ്കിൽ, ഔ മറദുൻ ഹാബിസ്, അല്ലെങ്കിൽ അവനെ തടയുന്ന ഒരു രോഗമില്ലെങ്കിൽ, ഔ സുൽത്താനുൻ ജായിർ, അല്ലെങ്കിൽ ധിക്കാരിയായ ഒരു രാജാവില്ലെങ്കിൽ, ഹജ്ജിന് പോയാൽ പിടിച്ചു കൂട്ടിലിടും, അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ അവസരം ഒരുക്കണില്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കുത്തനെ കൂട്ടി ബുദ്ധിമുട്ടാക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ, വലം യഹുജ്ജ, ഇങ്ങനത്തെ ഒരു സാഹചര്യം അയക്കില്ല, അയാൾക്ക് വലിയ തടസ്സങ്ങളൊന്നുമില്ല, അയാൾ പലയിടത്തും മണാലിക്കും പലയിടത്തും ടൂറും ഉണ്ട്, അയാള് ഇന്റർനാഷണൽ ടൂർ പാക്കേജിന്റെ ഭാഗമാണുണ്ട്, അയാൾക്ക് വേറെ തടസ്സമൊന്നുമില്ല, പ്രായമായി രോഗിയായ മാതാപിതാക്കൾ പെരിയിലില്ല, അല്ലെങ്കിൽ മഹാകടങ്ങളില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ മറദുൽ ഹാബിസ്, അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമല്ല, അത് സുൽത്താനുൻ ജായിർ, അല്ലെങ്കിൽ സ്വേച്ഛാധികാരിയായ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, കണ്ടെടുത്ത് വെച്ച് ദ്രോഹിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയില്ല, അങ്ങനത്തെ ഒരു വ്യക്തി, വലം യഹുജ്ജ, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫൽ യമുത് ഇൻഷാ അല്ലാഹ് യഹൂദിയൻ ഔ ഇൻഷാ നസ്റാനിയൻ, അയാൾ യഹൂദിയോ നസ്റാനിയായിട്ടായിരിക്കും മരിക്കുക, പേര് മുസ്ലിം ആയിരിക്കും, കർമ്മങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ കർമ്മങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാകുക, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണത്തിന്റെ അവസ്ഥ ഈ ഒരു രീതിയിലായിരിക്കും എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് ഗൗരവപൂർവ്വം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഇത് ഇങ്ങനെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മൻ അത്വാഖൽ ഹജ്ജ, ഒരാൾക്ക് ഹജ്ജിന്റെ അവസ്ഥയുണ്ട്, അതിന് കഴിയും, പോകാൻ പറ്റും, ഫലം യഹുജ്ജ, പക്ഷെ അയാൾ ഹജ്ജിന് പോയില്ല, ഫസവാഉൻ അലൈഹി മാത യഹൂദിയൻ ഔ നസ്റാനിയ, അയാൾ യഹൂദിയോ നസ്റാനിയോ ഒക്കെ ആയിട്ട് മരിക്കണീന് തുല്യമാണത് എന്ന് അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വയസ്സാവുമ്പോൾ പറ്റണവർ ചെയ്യേണ്ട ഒരു സംഗതി എന്നുള്ള നിലക്കല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, പണ്ഡിതന്മാർ പറയാണ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണം. വഅദ്ദൂ മാ ഫറളല്ലാഹു അലൈക്കും മിനൽ ഹജ്ജ്, നിങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഹജ്ജ് നിങ്ങൾ നിർവഹിക്കണം. തഅബ്ബുദൻ ലില്ലാഹി വറിളൻ ബിഹുക്മിഹി വസംഅൻ വതഅൻ ലിഅംരിഹി ഇൻ കുൻതും മുഅ്മിനീൻ. വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിൽ നിന്നും ഇതേപോലെയുള്ള ലോകത്തെ പ്രമുഖമായ പള്ളികളിൽ ഖുത്ബ നടത്തുന്ന ഖതീബുമാര് അവരുടെ പിന്നെ മുന്നിലിരിക്കുന്നവർ ആഹ്വാനം ചെയ്യുന്ന വാചകമാണ് ഞാൻ പറയുന്നത്. എന്താ? ഫറളല്ലാഹു അലൈക്കും മിനൽ ഹജ്ജി, നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. തഅബ്ബുദൻ ലില്ലാഹ്, അള്ളാഹുവിനുള്ള ആരാധന എന്ന നിലക്ക്, വറിളൻ ബിഹുക്മിഹി, അള്ളാഹുവിന്റെ ഹുക്മിനുള്ള തൃപ്തി എന്ന നിലക്ക്, വസംഅൻ വതഅൻ ലിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്കുള്ള അനുസരണം എന്ന നിലക്ക്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കുക, എത്രയോ മനുഷ്യന്മാരുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ അനുസ്മരിച്ചൊരു കാര്യം ഞാൻ പറയാം. ഒരു പള്ളിയിൽ തുടർച്ചയായി ഖുത്ബക്ക് പോയിരുന്ന ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഖുത്ബ മിസ്സായപ്പോൾ അവിടുത്തെ ഒരു ശ്രോതാവ് വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് ഖുത്ബ മുടങ്ങാൻ പാടില്ല, ഖുത്ബ സ്ഥിരമായിട്ട് വരണം, നിങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാവും. അതിൻ്റെ കാരണം ഈ പള്ളിയുടെ അപ്പുറത്തുള്ള ആ തെങ്ങും തോട്ടത്തിൽ സ്ഥിരമായിട്ട് ആടിനെ നോക്കിയിരുന്നൊരു താത്ത എല്ലാ ദിവസവും ഒരു ആടിനെ നോക്കും.
പിന്നെ വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിൻ്റെ പരിസരത്ത് ആടിനെ നോക്കി പുറത്തു നിന്ന് ഇങ്ങനെ കേട്ട് അവസാനം പള്ളിയിൽ വന്ന് ഖുത്ബ കേൾക്കൽ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങനെ റെഡിയായി. ഒരു പൈസ സ്വരുക്കൂട്ടി ഉണ്ടാക്കി അവർ നോക്കിയിരുന്ന ആടുകളെ വിറ്റ് അതുകൊണ്ട് ഉംറക്ക് പിന്നെ പോവുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. വെള്ളിയാഴ്ച നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അവർക്ക് വലിയ സങ്കടം നിങ്ങളെ കാണാൻ പറ്റാത്തതിൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഉംറക്ക് പോണത്, ഇങ്ങനെയൊക്കെയാണ് ഹജ്ജിന് പോണത്, ഇങ്ങനെയൊക്കെയാണ് പോണത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത്തരം ഒരു അജണ്ട അത്ര തന്നെ ശക്തമായി ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഓർക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചൊരു ഹദീസിന് യഖൂലുല്ലാഹു തആല, അല്ലാഹ് പറയണേ, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ വിചാരിക്കണ പോലെ ഉണ്ടാകുക. എന്നെ പഠിച്ചോൻ സഹായിക്കും, എന്നെ പഠിച്ചോൻ കേൾക്കും, എന്നെക്കുറിച്ച് റബ്ബ് മലക്കുകളോട് സംസാരിക്കും, എനിക്ക് സഹായം റബ്ബ് തരും, ഞാൻ കൊടുങ്ങൂല. ഇങ്ങനെയാണ് ഒരു അടിമ വിചാരിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാകുക. അല്ലെങ്കിലോ പഠിച്ചോൻ സഹായം എനിക്ക് കിട്ടുമല്ലോ കേട്ടോ, ഞാൻ പെടാനാണ് സാധ്യത, ഇങ്ങനെയാണ് വിചാരിക്കണമെങ്കിലോ അങ്ങനെ ഉണ്ടാകുക. ഗദ്ദാഫിക്ക് പഠിച്ചോൻ ഞാൻ സഹായിക്കുന്നു 100% തോന്നി. മുബരോട് ഇരുന്നു, പാസ്പോർട്ടൊക്കെ പിടിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് അല്ലേ. അപ്പം എന്ത് ചെയ്തു, പഠിച്ചോന് ഗദ്ദാഫിന്റെ കൂടെ നിന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകം നേരിട്ട് കണ്ടൊരു അനുഭവമാണിത്, ലോകം നേരിട്ട് സാക്ഷിയായ അനുഭവമാണ്. വാന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ അനുസ്മരിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. യാ റബ്ബി എന്ന് വിളിച്ച് അവൻ എന്നെ അനുസ്മരിക്കുകയാണ്, ദിക്റുകളിലൂടെ ജീവിക്കുകയാണ്. ഫൈൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ അവന്റെ ഉള്ളിൽ എന്നെ ഓർത്ത ഞാൻ അവനെ ഓർക്കും. അല്ലാഹ് എന്ന് ഞാൻ ഓർത്ത പഠിച്ചവൻ എന്നെ ഓർക്കും. കോടിക്കോടി അടിമകളിൽ നിന്ന് പടച്ച റബ്ബ് സ്വന്തം അടിമകളെ പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. വൈൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, ഒരു ടീമിൽ വെച്ചാണ് അവൻ എന്നെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ അതിലേറെ വലിയ ടീമിൽ വെച്ച്, അതിലേറെ ഹൈറായ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. വൈൻ തഖറബ ഇലയ്യ ബിശിബിരിൻ, എൻ്റെ അടുത്തേക്ക് ഒരു ചാണടുത്താൽ തഖറബതു ഇലൈഹി ദിറാഅൻ, ഞാൻ ഒരു മുഴം അവൻ്റെ അടുത്തേക്ക് അടുക്കും. വൈൻ തഖറബ ഇലാ ദിറാഅൻ തഖറബതു ഇലൈഹി ബാഅൻ, എൻ്റെ അടുത്തേക്ക് അവൻ മുഴമെടുത്താൽ അതിലേറെ ഞാൻ അവൻ്റെ അടുത്തേക്ക് അടുക്കും. വൈൻ അതാനി യംശി, അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, അവൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വരും. അപ്പോൾ പടച്ച റബ്ബുമായുള്ള നിരന്തരമായ ഒരു അടുപ്പവും ബന്ധവും ഒക്കെ എങ്ങനെ ഉണ്ടാകുക, അവൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നതിലൂടെ, അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ. അപ്പം എന്ത് ചെയ്യും, പടച്ച റബ്ബിൻ്റെ സഹായം ഉണ്ടാകും. അപ്പം നമ്മുടെ കൈക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പടച്ച റബ്ബ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നമുക്ക് വേണ്ടി. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു തലത്ത് നിന്ന് അത്ഭുതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുമെന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ, മുൻഗാമികളൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ കൊടുത്തിരുന്ന പ്രാധാന്യം വളരെ വലുതാണ്. വളരെ വലുതാണ്. ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, കുന്ന നതഹദ്ദസു അന്നഹു മൻ ഖുതിമ ലഹു ബി ഇഹ്ദാ സലാസ്, മൂന്നിൽ ഒരു കാര്യം കൊണ്ട് ഒരാളുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ അതൊരു നല്ല മരണമാണ്. അവന് വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. അതേതാ, ഇമ്മാ ഖാല ബരിഅ മിനന്നാർ, അല്ലെങ്കിൽ ആ പണ്ഡിതൻ പറഞ്ഞത് അവൻ നരകത്തിൽ നിന്ന് മോചിതനായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താണ്, മൻ സ്വാമ ശഹ്റ റമളാന, ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, ഫൈദൻ ഖല ശഹ്റു മാത, അങ്ങനെ ആ മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അയാൾക്ക് ജീവിതത്തിൽ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ജീവിച്ചിരുന്നു. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കും. ഒമൻ ഖറജ ഹാജ്ജൻ, ഒരാൾ ഹാജിയായിട്ട് പോയി, ഫൈദ ഖദിമ മിൻ ഹജ്ജതിഹി മാത, ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തി അയാൾ മരണപ്പെട്ടു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കും. ഒമൻ ഖറജ മുഅ്തമിറൻ, ഒരാൾ ഉംറക്ക് പോയി, ഫൈദ ഖദിമ മിൻ ഉംറതിഹി, അയാളുടെ ഉംറ കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോൾ അയാൾ മരിച്ചു, അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രായമാകും വരെ കുന്തു ഉആലിജുൽ ഹജ്ജ വഖദ് ലഅഫ്തു വകബർതു, ഞാൻ ശാരീരികമായി തളർന്നു, എനിക്ക് വാർദ്ധക്യം വന്നു, അതുവരെ ഞാൻ ഹജ്ജ് ചെയ്തിരുന്നു. അദ്ദേഹം ചോദിക്കുക, ഫഹൽ മീൻ ശൈഇൻ യഅദിലുൽ ഹജ്ജ, എനിക്ക് ഹജ്ജിനോട് തുല്യതയുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ? ഹജ്ജിനോട് തുല്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആ പണ്ഡിതൻ തിരിച്ചു കൊടുക്കുന്ന ഉത്തരം എന്താ അറിയോ, ഹജ്ജിൽ എന്തൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എണ്ണി പറയാണ്. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹജ്ജിന്റെ സ്ഥാനത്ത് ഹജ്ജേ വരുള്ളൂ. ഹജ്ജിന് തന്നെ പരിശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പ്രായമായൊരു മനുഷ്യനോട് പോലും ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊക്കെ ഹജ്ജിനുള്ള ആഗ്രഹം ഉണ്ടാവണം, അതിനുള്ള പരിശ്രമം ഉണ്ടാകണം. അത് അത്തരം പരിശ്രമങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും എന്നാണ് ഓർമ്മിക്കാനുള്ളത്. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പോലെ ഇന്നലെയായിരുന്നു ദുൽഹിജ്ജ 1, ഇന്നലെയായിരുന്നു. ദുൽഹിജ്ജ 9
ഒരു പ്രത്യേക നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് അറഫ നോമ്പ് എന്നാണ് അതിന് പറയാം. നമ്മൾ വിശദാംശങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉളുഹിയ്യത്തിൻ്റെ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉളുഹിയ്യത്തിൽ കുറേ ആളുകൾ ഉളുഹിയ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അതിൽ അവസരം ഉണ്ടോ എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടൊന്ന് ചോദിച്ച് സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാവണം. ഞാൻ ഒരു അപ്ഡേഷൻ എടുത്തിട്ടില്ല, മെമ്പർ കയറുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതിൽ ഭാഗവാക്കാകാൻ കഴിയുന്ന ആളുകൾ ഭാഗവാക്കാകുക, അതിന് അവസരം ഉണ്ടെങ്കിൽ. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഭാഗവാക്കാകുക. കാരണം അത് വളരെ പ്രധാനമാണ്. അത് ഫർളാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മഴക്കാലമാണ്. മഴക്കാലമാകുമ്പോൾ ഉള്ള കുറേയധികം നമുക്ക് ആവശ്യമുള്ള കുറേയധികം ശ്രദ്ധകളുണ്ട്. അയൽപക്കത്ത് താമസിക്കുന്ന ആളുകൾ പലരും ജോലിക്ക് പോകാത്ത അവസ്ഥ ഉണ്ടാകും. അവരുടെ വീട്ടിലെ അവസ്ഥ എന്താ നമ്മൾ പരിശോധിക്കണം. ചോർന്നൊലിക്കുന്ന വീടുകളുണ്ടാകും, തകരാൻ സാധ്യതയുള്ള വീടുകളുണ്ടാകും, കുന്നിൻ്റെ താഴെ താമസിക്കുന്നവരുണ്ടാകും, കുടുംബത്തിൽ, ബന്ധത്തിൽ, അയൽപക്കത്തിൽ അവരൊക്കെ ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിൻ്റെ ശേഷം നമ്മളിങ്ങനെ സങ്കടം പറയണതും സിമ്പതി പറയണതും അല്ല വേണ്ടത് എന്ന് ഞാൻ ഓർമ്മയൊക്കെയാണ്. കുട്ടികൾ സ്കൂൾ തുറക്കുകയാണ്, സ്കൂൾ തുറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ, ഈ പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നാം നമ്പറായി നിന്ന് കാര്യങ്ങളിൽ ഇടപെടുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഉപ്പ കുറച്ചൊരു ഗുരുതരമായ രോഗ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അർബുദ രോഗത്തിൻ്റെ സാഹചര്യം ഉണ്ട് എന്നൊരു പക്ഷേ ഡോക്ടർമാർ വിലയിരുത്തുന്നൊരു ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് അല്ലാഹു പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഒക്കെ അല്ലാഹു പരിരക്ഷ നൽകുമാറാകട്ടെ. ആ രോഗം മാറിയെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം ഇല്ല എന്നും ഒക്കെ പറയാവുന്ന വിധമുള്ള സന്തോഷകരമായൊരു സാഹചര്യം അദ്ദേഹത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ഇതേപോലത്തെ മഹാരോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുമ്പോൾ സുരക്ഷിതമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ഇസ്ലാമിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമുദായത്തിൻ്റെയും നന്മകളുടെയും ഒക്കെ വക്താക്കളായി അവർ മാറുന്നത് കാണാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിട പറഞ്ഞൊരു ജ്യേഷ്ഠ സുഹൃത്തുണ്ട്, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച യഥാർത്ഥ മുഅ്മിനുകളാകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.